നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ കരൾ രോഗ വിദഗ്ധൻ പച്ചമരുന്ന് മുഹമ്മദ് പതിയിൽ, പട്ടാമ്പി, കൊടലൂർ. അപ്പോൾ കുപ്പത്ത് 10:30 മണിക്ക് വന്ന് തുറക്കും. അപ്പോൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് 6 മാർച്ച് 6 ഏപ്രിൽ 2026. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ബ്ലോക്ക് അറ്റാക്കുള്ളവർ, അതുപോലെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിയുള്ളവർ, പിന്നെ മേല് മൊത്തം മുറിയുള്ളവർ, ഇന്ന് വാഹനം അപകടം അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണവർ, അല്ലെങ്കിൽ തല്ല് കൊണ്ട ആളുകൾ, ഇവർക്കാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ചെറിയ പരിക്കൊക്കെ ഉള്ളെങ്കിൽ പുറമെ തേക്കേണ്ട മരുന്ന് 1000 രൂപ. വളരെ ചെറുതിട്ടോ, കയ്യിൻ്റെ എല്ലാ കാലിൻ്റെ എല്ലൊക്കെ എവിടെയെങ്കിലും ചകരമുള്ളത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ, കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ 5000 രൂപ വരും. അത് ഒരു പകുതി പുറമുണ്ടെങ്കിൽ 25,000 രൂപയുടെ മരുന്ന് പുറത്ത് പുരട്ടണം. 25,000 രൂപയുടെ മരുന്ന് അകത്തേക്ക് കഴിക്കുകയും വേണം. ഒറ്റ തവണ 12 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും. ഇത് ആർക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ, പൊള്ളലേറ്റവർക്ക്, ആക്സിഡൻ്റ് അപകടം പറ്റിയവർക്ക്, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ ആളുകൾക്ക്, പിന്നെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിയുള്ളവർക്ക്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നും നിർത്തി വെക്കണം. എന്നിട്ട് 3 തരം സോപ്പ് ഇട്ടിട്ട് നിങ്ങൾ കുളിച്ചിട്ടേ വരാമോ. 3 തരം ഏതൊക്കെ സോപ്പ്? തിരുമ്പണ സോപ്പും കൊണ്ട് ആദ്യം കഴുകണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുളി പിന്നെ പാത്രം കഴുകണ സോപ്പേറ്റ് വേണം. അത് കഴിഞ്ഞ് നിങ്ങൾ സാധാരണ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പേറ്റ് വേണം. എന്തിനാ കളി എന്ന് പറഞ്ഞാൽ, ഇത് 3 തരം തകരാറ് പിന്നെ ഇത് മേൽന്ന് പോകാനാണ്. എന്നിട്ട് വേണം ഈ സാധനം, എന്നിട്ട് ഉണങ്ങണം. അതായത് വേനൽക്കാലത്ത് ഉണങ്ങാൻ പണിയൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് ഉണങ്ങി കിട്ടും. മഴക്കാലത്ത് അതുപോലെയല്ല, ഉണങ്ങന്നെ വേണം. അല്ലാണ്ട് ഈ മരുന്ന് പുരട്ടാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ അടക്കണം, അല്ലാതെ പറ്റില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച കേസാണ്. അതുപോലെ പിന്നെ ഷോക്ക് വന്ന് തളർന്ന ആളുകൾക്ക് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എന്തായാലും വേറെ പറയാം. പിന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് സുഖമാവണമെങ്കിൽ അതിന് പിന്നെ 4 ലിറ്റർ അരച്ച മരുന്ന് 4 മണിക്കൂർ നേരം കൊണ്ട് ഉപയോഗിക്കണം. പിന്നെ അതിൽ പൈസ കുറഞ്ഞ ആളുകളുണ്ടാവും, കിട്ടുന്ന കുറേച്ച അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നവർ. അവർക്ക് ഇക്കാര്യം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതായത് 100 മില്ലി മരുന്നിന് 1000 രൂപ, 2000 രൂപ. അത് 2 തരമാണ്. 100 മില്ലി മരുന്നിന് പിന്നെ വെറും 500 രൂപ, 2000 രൂപ. അത് വേറെ തരമാണ്. അപ്പോൾ 100 മില്ലി മരുന്ന് നിങ്ങളിത് നിസ്സാരമായിട്ട് കരുതൊന്നും വേണ്ട. കാരണം ചാകാൻ പോണവനൊക്കെ ലേശം അത് മതി. അപ്പോൾ ഇത് ചില ആൾക്ക് 90 ദിവസം കഴിക്കണം, അല്ലെങ്കിൽ 45 ദിവസം കഴിക്കണം. ഡെയിലി കഴിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഡെയിലി കഴിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇനി ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് വരാനെത്തിയില്ല, എന്തെങ്കിലും കാരണവശാലോ പറ്റി, അത് കുഴപ്പമില്ല. എനിക്കല്ല നിങ്ങൾക്കും അതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ 45 തവണ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കണം. അത് 4 കൊല്ലം കൊണ്ട് ഉപയോഗിക്കാം, ഒരുമിച്ച് ഉപയോഗിക്കാം. അത് ഗുണം കിട്ടും, നിരവധി ഗുണം കിട്ടും. വെറുതെ തമാശ കളിക്കാനുള്ളതൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങൾ കണക്കൂട്ടും. ഞാൻ ഒന്നായിട്ട് വന്നപ്പോൾ പല ആളുകൾ ആ അഭിപ്രായം പറയുന്നുണ്ടായത്, നിങ്ങൾ വിവരക്കടാ, ഞാൻ മുമ്പുണ്ടാക്കിയ മരുന്നൊന്നും കളിയില്ല, നിങ്ങൾ അത് ചോദിച്ച് വന്നാൽ അത് തീർച്ചയായിട്ടും അതാണ് തരിക. നിങ്ങൾ പറയും 3000 ഒരു ക്ലാസ് മരുന്ന് 300 മില്ലി. 300 മില്ലി ഉണ്ടാവില്ല, അത് 250 മില്ലി ഉണ്ടാവുള്ളൂ. 250 മില്ലി മരുന്നിന് 3000 രൂപ അരച്ച മരുന്നിന് നിങ്ങൾക്ക് കിട്ടും. എന്താ തരാതിരിക്കാൻ? അതേറ്റവും ഉപകാരം കിട്ടില്ല എന്ന് നിങ്ങളോട് ആരെയും പറഞ്ഞ്. പക്ഷേ ഉപകാരം കിട്ടാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഒന്നെങ്കിൽ ഇൻസുലിൻ വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മനംപിരാക്ക് പറഞ്ഞിട്ട് സാധനം പല്ലിൻ്റെ ഇടയിൽ വെക്കുന്നില്ലേ, അത് വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചാരായം കഴിച്ചിട്ടുണ്ടാവണം. ചാരായത്തിൻ്റെ അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, അത്രയും അറിയുള്ളൂ ആ സാധനം പറയാം. ഈ 3 നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഈ ചാരായം കഴിക്കുന്ന ആളുകൾ അത് കഴിക്കൽ ഫുള്ളായിട്ട് നിർത്തിയിട്ട് 2 മാസം എൻ്റെ ഈ മരുന്ന് ഉപയോഗിക്കുക, നിങ്ങളുടെ കരൾ ഫുള്ളായിട്ട് നേരായി കിട്ടും. 4 തവണ എന്ന് പറയും, 2 തവണ. അതിന് എത്രയേ വേണ്ടൂ? 100 മില്ലി മരുന്ന് 2 മാസം 60 ദിവസം കറക്റ്റായിട്ട് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? മിനിമം ആഴ്ചയിൽ 4 ദിവസമെങ്കിലും കഴിക്കണം.
7 ദിവസം ചിലപ്പോൾ കഴിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം, 4 ദിവസമെങ്കിലും കഴിക്കണം. അങ്ങനെ വേണം പോകാൻ. അങ്ങനെ ഒരു 60 തവണ നിങ്ങൾ മരുന്ന് കഴിക്കും. നിങ്ങളോടൊക്കെ പറയാനുള്ളത് 45 തവണ, 60 തവണ, ചില ആളുകൾക്ക് 90 തവണ. ഇതിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളടക്കം ശരിയായി കിട്ടും. നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും എനിക്കറിയണ്ട. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ദൂരന്ന് വരുന്ന ഉണങ്ങാത്ത മുറിയുള്ള ആളുകൾക്ക് 200 മില്ലി അരച്ച മരുന്ന് ആ മുറിമ പറ്റാനുള്ളത് 200 മില്ലി. പിന്നെ അത് വെള്ളം കൂട്ടിയിട്ടൊന്നും പറ്റില്ല, അതിൻ്റെ സംവിധാനമുണ്ട്, അത് മാത്രമേ പറ്റൂ. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഞാനതിന് ഗ്യാരണ്ടി ഒന്നും തരില്ല. ഗ്യാരണ്ടി വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾക്ക് പരട്ടിയാൽ 100% വിജയം, ഇവിടുന്ന് പരട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനി കൊണ്ടുപോകാം. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു ഡപ്പയിൽ വെള്ളം എടുത്ത് വന്നിട്ട് ഈ സാധനം പിന്നെ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഈ വെള്ളത്തിൽ വെക്കണം. നല്ല മുറുക്കി അടിച്ചിട്ട് വെള്ളത്തിൽ വെക്കണം. വെള്ളത്തിലേക്ക് കയറരുത്. പിന്നെ തണുപ്പില്ലാണ്ട് പറ്റില്ല. ഇത് ഐസിടാൻ പറ്റില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ ഐസിടാൻ പറ്റില്ല. എന്നാൽ അത് ഒരു 1.5 മണിക്കൂർ നേരം കൊണ്ട് അത് ഉപയോഗിക്കാം. ഇങ്ങനെ കൊണ്ടുപോയാൽ. ഇങ്ങനെ കൊണ്ടുപോയില്ല വെച്ചാൽ എന്താ ചെയ്യുക, അതൊന്നിനും പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല. മനസ്സിലായില്ലേ? ഒരിക്കൽ നിങ്ങൾ മേല് പുരട്ടിയിട്ട് നിങ്ങൾക്ക് ഈ 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഉപകരിക്കും, അല്ലാത്തത് പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ചില ഭാഗങ്ങൾ. അപ്പോൾ ഞാൻ കൊള്ളക്കാരനാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ സാധാരണക്കാരനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഓരോരുത്തരുടെ വിഷമം എനിക്കറിയാം. പക്ഷേ ഞാനിതെന്താ നിങ്ങളോട് ഈ അടിച്ചേൽപ്പിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ അപകടം പിടിച്ച രോഗിയാണ്, അവരെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ അത് വരുന്ന സമയത്ത് എനിക്കിത് ഏറ്റവും സ്പീഡിൽ ചെയ്യണം. ഞാൻ സ്പീഡിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്കത് ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. അപ്പോൾ 1000 ഉറുപ്പ്യക്ക് മരുന്നുണ്ട്, 3000 ഉറുപ്പ്യക്ക് മരുന്നുണ്ട്, ചില ആളുകളുടെ വെറും 500 ഉറുപ്പ്യക്ക് മരുന്നുണ്ട്, കൊറോണ വൈറസിന് 100 ഉറുപ്പ്യയുടെ മരുന്നുണ്ട്. പിന്നെ അതുപോലെ വായ്പുണ്ണിന് 50 രൂപയുടെ മരുന്നുണ്ട്. വായ്പുണ്ണിന് 50 രൂപയുടെ മരുന്നുണ്ട്. അത് ഒരു സ്പൂണ് മരുന്നേ അതുണ്ടാവും. അത് വായിൽ ഒഴിച്ചാൽ തൽക്കാലം നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ തീരും. അതിന് പകരം ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് പകരം വെക്കാൻ നിങ്ങൾ 10,000 കോടി രൂപ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തിട്ട് വിജയിക്കാത്ത കാര്യങ്ങൾ അതുവരെ ചെയ്തവർക്ക് ആർക്കും വിജയിച്ചിട്ടില്ല. 10,000 ടൺ കിലോ സ്വർണം വെച്ചവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കുറ്റം പറയുന്ന പോലെ ഒന്നും ജീവിച്ചിരിപ്പില്ല. എന്നെ കുറ്റം പറഞ്ഞ പോലൊക്കെ മണ്ണിലടിയിൽ പോയി, എല്ലാവരും പോയി. അത് നിങ്ങളും അതേ സംഭവിക്കും. മറിച്ച് നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഗ്രഹിച്ച് ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യില്ല. കാരണം എന്നെ ദ്രോഹിക്കാനാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഞാനല്ലാതിട്ട് പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും മുതലാളിമാർ കംപ്ലീറ്റ് കേവലം ഒരു പിടി വെണ്ണൂറാവും, അധികം താമസിക്കാണ്ടാവും. കാരണം നിങ്ങളുടെ കളി എന്നോട് വേണ്ട, അത് നിങ്ങൾ ആദ്യം കണക്കാക്കണം. ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാക്കിയത് ഈ മൊബൈൽ ഫോണിനത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് താരാണ്ടാക്കിയതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവിടുത്തെ ലീഗുകാരെയും CPM-കാരെയും കോൺഗ്രസ്സുകാരെയും വിശ്വസിക്കാൻ കഴിയില്ല. നാടിൻ്റെ ഒരു പണി അവർ ചെയ്യില്ല. തച്ച് പൊളിക്കലും കൊലപാതകം അല്ലാണ്ട് ഇവരുടെ അടുത്ത് കൈമുതലായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ ഒരാളുടെ കാര്യങ്ങൾ ഇവർ പരിഗണിക്കില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇവരിഞ്ഞ് 10,000 നൂറ്റാണ്ട് ഭരിച്ചാലും അങ്ങനെ തന്നെ ഇവർക്കുണ്ടാകും. കാരണം കാക്കയുടെ കളറ് പെയിൻ്റ് അടിച്ചാൽ വെളുക്കുമല്ലോ, ഒറ്റയുടെ കളറ് കറുത്ത പെയിൻ്റ് അടിച്ചാൽ കറുത്ത കളറാവും. അത് തന്നെയാണ് ഇവരുടെ കുഴപ്പം. അപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എൻ്റെ വീടൊന്ന് വന്ന് നോക്കുക, ആലിൻ്റെ ചോട്ടിൽ രാഘവേശൻ്റെ കടയുടെ മുന്നിലുള്ള ആ ബോർഡൊന്ന് നോക്കുക. ആ ബോർഡ് അങ്ങനെ ചെയ്യാൻ എന്താ കാരണം എന്ന് അവിടെ ഉള്ളവരോടൊന്ന് അന്വേഷിക്കുക, എന്നാൽ ഉത്തരം കിട്ടും. അതായത് 60 കൊല്ലമായിട്ട് നട്ടല് മുറിഞ്ഞ ആൾക്ക് മരുന്ന് കൊടുക്കാണ്ട് അതിന് കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം CPM-കാരും ലീഗുകാരും കൊള്ളക്കാരാണ്, കൊലപാതകം ചെയ്തവരാണ്, നിരവധി ചെയ്യുന്നവരാണ്, നിരവധി തട്ടിപ്പ് നടത്തുന്നവരാണ്. അവരെ മുന്നിൽ പോയിട്ട് 60 കത്തി വെച്ച് മുറിച്ചൊരു സാധനം അവരെ രക്ഷപ്പെടുത്തണമെന്ന് എൻ്റെ സാധനം നാസാക്കിയിട്ട് എന്താ കാര്യം? വിവരം വേണ്ട, തലയിൽ ലേശം ബുദ്ധിയുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അസ്സലാമു അലൈക്കും.